ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തെ ലഹരി മുക്തമാക്കാൻ വിവിധ കർമ്മ പദ്ധതികളുമായി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA. കാലിക്കറ്റ് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും വിവിധ മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളുടെയും യോഗത്തിലാണ് തീരുമാനം. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തെ ലഹരിമുക്തമാക്കുന്നതിനായി വിവിധ കർമ്മ പദ്ധതികളാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ഓഡിറ്റോറിയത്തിൽ MLA വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെയും മത, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ലഹരിക്കെതിരെ മണ്ഡലം തലം മുതൽ വാർഡ് തലങ്ങളിൽ മൈക്രോ ലെവൽ സമിതി രൂപീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. നിയോജക മണ്ഡലത്തിൽ വാർ റൂം ആരംഭിക്കാൻ തീരുമാനിച്ചു. ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ 7 തിങ്കളാഴ്ച ലഹരി വിരുദ്ധ ദിനമായി വിപുലമായി ആചരിക്കും. ബഹുജന റാലി അടക്കം പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഈ ലഹരി വിപത്തിനെതിരെ ഒന്നിച്ച് അണിനിരക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു. ഇതുപോലെ MLA നിയോജക മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടിയതുപോലെ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. താഴെ തട്ടിൽ ഇതിൻ്റെ വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മൈക്രോ ലെവൽ കമ്മിറ്റികൾ 50 വീടുകാരടങ്ങിയ ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ച് എക്സൈസിനൊപ്പവും പോലീസ് ഫോഴ്സിനോടൊപ്പവും നിന്നുകൊണ്ട് ഈ ലഹരിയുടെ വിപത്തിൽ നിന്ന് നാടിനെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി പദ്ധതികൾക്കും പരിപാടികൾക്കും കമ്മിറ്റിയിൽ രൂപം കൊടുക്കുകയുണ്ടായി. കുറ്റമറ്റ രീതിയിൽ പരിശോധനകൾ നടത്താനും ഹോസ്റ്റലുകൾ രാത്രികാലങ്ങളിൽ കൃത്യസമയം പാലിച്ച് ക്ലോസ് ചെയ്യാനും തീരുമാനമെടുത്തു. ഹോസ്റ്റലുകളിൽ അനധികൃത താമസക്കാരുണ്ടോ എന്ന് സർവകലാശാല ഉറപ്പുവരുത്തണം. രാത്രികാലങ്ങളിൽ സർവകലാശാല ക്യാമ്പസുകളിലും ടർഫുകളിലും മറ്റും പോലീസ് നിരീക്ഷണം ശക്തമാക്കും. ടർഫുകളുടെ രാത്രികാല പ്രവർത്തനവും ഗ്രാമീണ മേഖലയിലെ രാത്രികാല തട്ടുകടകളും പോലീസ് നിരീക്ഷിക്കും. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വിവിധ സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.